നമുക്ക് പെരി പെരി ചിക്കൻ ബോൾസിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം. അതിനായി ബോൺലെസ് ചിക്കനിലേക്ക് കാശ്മീരി മുളക് പൊടി, റെഡ് ചില്ലി ഫ്ലേക്സ്, ഒറിഗാനോ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വിനീഗറും കൂടി ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് ഒരു പാത്രത്തിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച സവോള 2 ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കനും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് ഫ്രൈ ആക്കിയെടുക്കുക. ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഈ പാനിലിട്ടിട്ട് ഒന്നത് ക്രഷ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ മിക്സിയിലിട്ടിട്ട് ചെറുതായിട്ട് പൊടിച്ചെടുത്താലും മതി. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ സ്പ്രിംഗ് ഒനിയനും 2 പച്ചമുളകും ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ബോയിൽ ചെയ്ത് വെച്ച പൊട്ടാറ്റോയും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിനുള്ളിൽ മൊസറല്ല ചീസ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ബോൾ ഷേപ്പിലാക്കിയെടുക്കാം. മൊസറല്ല ചീസ് ഞാനൊരു ബോൾ ഷേപ്പിലാക്കിയതാണ്. എന്നിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കുക. എന്നിട്ടിത് മൈദയുടെ സ്ലറിയാണ്, അതിൽ ഡിപ്പ് ചെയ്യുക. എന്നിട്ട് പൊടിച്ച് വെച്ച കോൺഫ്ലെക്സ് ആണിത്, അതിൽ നല്ലോണം ഒന്ന് കോട്ട് ചെയ്തെടുക്കുക ഇതുപോലെ. എന്നിട്ട് ഇതൊരു 3-4 മണിക്കൂർ ഫ്രീസറിൽ വെച്ചൊന്ന് സെറ്റാക്കി എടുക്കുക. ഇതൊരു മാസം വരെ ഒക്കെ നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നേരത്തെ ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ നോമ്പ് തുറക്കാൻ നേരത്തെ എടുത്ത് ഫ്രൈ ആക്കിയാൽ പുറമെ നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റും ചീസി ആയിട്ടുള്ള പെരി പെരി ചിക്കൻ ബോൾസ് ഉണ്ടാക്കാൻ പറ്റും. ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരൊന്ന് ട്രൈ ആക്കി നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്.